ഹലോ, ഞാൻ അലീന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഊട്ടി പോയാലോ? ഓക്കേ. അങ്ങനെ ഡിവിൻചേട്ടൻ്റെ ഒറ്റ ചോദ്യത്തിൽ ഒട്ടും പ്ലാൻഡ് അല്ലാതെ പോയൊരു ചെറിയ ഊട്ടി ട്രിപ്പ്. ഞങ്ങളുടെ ആദ്യത്തെ ഊട്ടി യാത്രയാണ് കേട്ടോ. നേരെ കാറും എടുത്ത് കൂനൂർ വഴി ഊട്ടിയിലേക്ക്. ഇടയ്ക്ക് വഴിതെറ്റി കർണാടകയും കണ്ടു. അപ്പോൾ വെൽക്കം. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം കണ്ട് തേയിലത്തോട്ടത്തിൽ ചാടി ഇറങ്ങി. ഇങ്ങനെ കുറേ അലുകുലത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങളെടുത്തു. ആദ്യമായിട്ട് തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. കുറേ നേരം വെറുതെ ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തേയില നുള്ളി ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് ഞങ്ങൾ പോയത് കൂനൂരിലെ 2 വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ടാണ്. ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റും ലാം റോക്ക് വ്യൂ പോയിൻറ്റും. അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ച വരെ ഞങ്ങൾ അവിടെ കറങ്ങി നടന്നു. പിന്നെ മെല്ലെ ഫുഡൊക്കെ അടിച്ച് ഊട്ടിയിലേക്ക് തിരിച്ചു. ഫുഡ് അടിക്കാനായിട്ട് ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ്റെ റെക്കമെൻഡേഷനിൽ ഊട്ടിയിലൊരു റൂമിന് ഡിസ്കൗണ്ടും കിട്ടി. പിന്നെ ഒട്ടും വൈകിയില്ല, നേരെ അവിടെ നിന്ന് കർണാടക ഗാർഡൻസിലേക്ക് പോയി. അത്യാവശ്യം നല്ല സ്ഥലമുള്ളതുകൊണ്ട് തന്നെ കുറേ ആളുകളുണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായി നടക്കാനും കാണാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും സംസാരിച്ചിരിക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു സിമ്പിൾ ഗാർഡൻ. ഈ പച്ചപ്പും ഹരിതാപ്പും എനിക്ക് പണ്ടേ വീക്ക്നെസ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അന്ന് വൈകുന്നേരം ഫുൾ അവിടെ കറങ്ങി നടക്കാൻ തീരുമാനിച്ചു. പുല്ലിലൊക്കെ ഇരുന്നും കിടന്നും മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നടന്ന് കാണാനും ഉണ്ട്. പോരാത്തന്നെ അവിടെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥിരം കുറേ അലുകൊടുത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തു. നേരം പോയത് അറിഞ്ഞില്ല. ലാസ്റ്റ് ചേട്ടന്മാർ വന്ന് ഇറങ്ങിയപ്പോൾ വന്യമൃഗങ്ങളൊക്കെ വന്നു തുടങ്ങി. ലേറ്റായി, അടയ്ക്കാറായി. അങ്ങനെ പറഞ്ഞ് ഇറക്കി വിടുവോളം ഞങ്ങളവിടെ ഓടിച്ചാടി കളിച്ച് നടന്നു. അങ്ങനെ ഞങ്ങളുടെ ഊട്ടിയത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. ദെൻ ഞങ്ങളുടെ സെക്കൻഡ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ നേരെ ഊട്ടി ലേക്ക് വ്യൂവിലേക്കാണ് പോയത്. കുറേ നേരം അവിടെ പെഡൽ ബോട്ടിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് വിട്ടു. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡിവിൻചേട്ടനും കൂടിയാണ് കേട്ടോ യാത്ര പോകുന്നത്. പുള്ളിക്കാരന് ഈ ഫോട്ടോസ് എടുക്കുന്ന വീഡിയോസ് എടുക്കുന്ന വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ തീരെ നിർബന്ധിച്ചിട്ടില്ല എന്ന് ഊഹിക്കാമല്ലോ. എനിക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചാവക്കാട് ബീച്ചിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം കുതിരേനെ കിട്ടി. പക്ഷേ ചെറിയൊരു പേടി കാരണം അന്ന് ഞാനത് വേണ്ട വെച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുറ്റബോധം കൊണ്ട് അയ്യോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും നോക്കിയില്ല. കുതിരേനെ കണ്ടു, നേരെ ചാടിക്കയറി ഒരു റൗണ്ട് അടിച്ചു. അങ്ങനെ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറി. പക്ഷേ ഇതിൽ എന്നേക്കാൾ സന്തോഷം ഡിവിൻചേട്ടനായിരുന്നു കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പൈക്കാര വാട്ടർഫാൾസിലേക്ക് പോയി. നല്ല ഭംഗിയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല നട്ടപ്ര വെയിലായിരുന്നു. കുറച്ച് നേരം അവിടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ നേരെ മുതുമല ടൈഗർ റിസർവിലേക്ക് പോയി. ഈ വഴിയാണ് ഞങ്ങൾ അറിയാതെ കർണാടകയിലൊന്ന് കാലുകുത്തിയത്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ജംഗിൾ സഫാരിയൊക്കെ ചെയ്തു. കടുവേനെയും വേറെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളുടെ ഊട്ടി യാത്ര കഴിഞ്ഞു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക്